പൊളിറ്റിക്കലി വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നിവിടെ ഇപ്പോൾ യുവരാജ് പറഞ്ഞ പൂരം തകർക്കാൻ അല്ലെങ്കിൽ ഹൈന്ദവാചാരങ്ങൾ തകർക്കാനുള്ള ഡിസൈൻ എന്ന ആരോപണം മറുവശത്ത് അൻവർ പറയുന്നു. നോക്കൂ, മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയാണ്. കരിപ്പൂർ എയർപോർട്ട് മലപ്പുറം ജില്ലയിലായി പോയതുകൊണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നോക്കൂ, പോലീസിന് വർഗീയ നിലപാടാണ് എന്നും പാർട്ടിക്കാരും ന്യൂനപക്ഷങ്ങളും, അതായത് നിങ്ങളുടെ പാർട്ടിക്കാരും ന്യൂനപക്ഷങ്ങളും വലിയ തോതിലുള്ള അനീതി പോലീസിൽ നിന്ന് നേരിടുന്നു, RSS വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ പോലീസ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങൾ ഇടതുപക്ഷത്തെ ഒരു MLA പറയുമ്പോൾ അത് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ അണികളിലേക്കും നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരിലേക്കുമാണ് എന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അല്ല, സ്വർണ്ണക്കടത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷത്തിനെ കുറിച്ചാണെന്ന് ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള അവഹേളനമാണ്, അത് ശുദ്ധ തോന്നിവാസമാണ് അൻവർ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇവിടെ തൃശ്ശൂർ പൂരത്തിന് ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്, അത് അട്ടിമറിക്കാൻ എന്നാണ് പറഞ്ഞത്. ആ സിസ്റ്റമാണ് ആംബുലൻസിൽ വന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. നിങ്ങൾക്ക് വർഗീയപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉത്സവങ്ങളും പൂരങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും എല്ലാം തകർത്ത് ജനങ്ങളുടെ മുന്നിൽ ചില വിയോജിപ്പുകൾ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടാകും. അതിൻ്റെ പല പ്രകടമായ രീതികളും നിങ്ങൾ കാട്ടിയിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല. അതെല്ലാം ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഈ ചർച്ചയിൽ ഞാൻ വ്യക്തമായി പറയണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഇവിടെ തനിക്ക് പിന്തുണ കിട്ടാൻ വേണ്ടി ചിലർ നടത്തുന്ന ശ്രമമുണ്ട്. ഒന്ന്, കേരളത്തിലെ CPM അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറുനാടൻ മലയാളി എന്ന് പറയുന്ന മാധ്യമത്തിനെതിരായി ശക്തമായ വികാരമുണ്ട്. ആ വികാരത്തിൻ്റെ വക്താവായി നിന്നു, ആ പിന്തുണ നേടിയെടുത്തു. പിന്നെ പൊതുവെ മാധ്യമങ്ങളോട് ഞങ്ങളെല്ലാം നല്ല വിമർശനം ഉന്നയിക്കാറുണ്ട്. അതൊരു ജനാധിപത്യപരമായ വിമർശനമാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ കടക്കാറില്ല. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്കെതിരായി ഒരു ചാമ്പ്യനായിട്ടുള്ള വിമർശനം അവതരിപ്പിക്കുക, ഏത് ഭാഷയും ഉപയോഗിച്ച് വിമർശനം അവതരിപ്പിക്കുക, അപ്പോൾ കൂടുതൽ കയ്യടി കിട്ടും, ഞങ്ങളെക്കാൾ കൂടുതൽ കയ്യടി കിട്ടും. അതോടൊപ്പം ഏഷ്യാനെറ്റിനെതിരായി ഞങ്ങൾക്കുണ്ടായിരുന്ന ചില വികാരങ്ങളുണ്ട്, ആ വികാരത്തെ ശക്തിപ്പെടുത്തുക, ഇങ്ങനെ പലതും പറയുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടിയേരിയോടുള്ള സ്നേഹമുണ്ട്, ആ സ്നേഹം ഇപ്പോൾ ചേർത്ത് പിടിക്കുക. ഏതായാലും സീതാറാം യെച്ചൂരിനെ പറ്റി ഇപ്പോൾ പറയാതിരുന്നത് കേരളത്തിലെ കാര്യമായതുകൊണ്ടായിരിക്കും പറയാതിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് സഖാക്കളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ പലരും കൂടെ ഉണ്ടാവും. ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വലതുപക്ഷ മാധ്യമത്തിന്റെ വേട്ടക്കിരയായിട്ടുള്ളത് കേരളത്തിലെ CPM ആയിരിക്കും. ഞാൻ പറയട്ടെ, CPM ആയിരിക്കും, അതിൽ തർക്കമൊന്നുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ ആ വേട്ടയിലൊന്നും ഈ പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിൽ തകർന്നു പോയിട്ടില്ല. അമേരിക്കൻ CIA പണം പറ്റിയിട്ട് നമുക്കറിയാമല്ലോ, വിമോചന സമരം ഉൾപ്പെടെ തുടങ്ങിയ ആ മാധ്യമ വിമർശന കാലഘട്ടമുണ്ട്. ഞാൻ പറഞ്ഞു വരട്ടെ, അതായത് അത് മുതൽ ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന CPM നേതാവിനെ എത്രമാത്രം ഈ മാധ്യമങ്ങളും എല്ലാം ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ തുറന്നു കാണിക്കാനും അതെല്ലാം അത് തെറ്റായിരുന്നു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് CPM